അമിതവണ്ണം അല്ലെങ്കിൽ വയറ് ചാടുന്നത് കൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റിക് പ്രമേഹം ഉണ്ടാകുന്നതെന്ന് ഞാൻ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു, ശാരീരിക അധ്വാനം കുറവാണ്, അങ്ങനെ വണ്ണം വെക്കുന്നു, പ്രമേഹത്തിലേക്ക് വരുന്നു. എന്നാൽ അമിതവണ്ണമില്ലാത്ത, വയറൊട്ടും തന്നെ ചാടാത്ത, ആഹാരം ക്രമമായി കഴിക്കുന്ന, അത്യാവശ്യം ശാരീരിക അധ്വാനമുള്ള ആളുകളിലും പ്രമേഹം ഉണ്ടാവാറുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഈ അടുത്തിടയ്ക്ക് എന്നെ കാണാൻ വന്നൊരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 17-18 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ഒരു ഫുഡ് പോയ്സൺ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഷുഗർ 350-ന് മുകളിലുണ്ട് ആ സമയത്ത്. പിന്നീടുള്ള ദിവസങ്ങളിലും ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ 300-ന് മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ടു. ടൈപ്പ് 1 ഡയബറ്റിക് അല്ല, കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഡയബറ്റിക് ഉണ്ട്. ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാണ്ടായി പോകും. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ആണ്, ജീവിതശൈലി രോഗമൊന്നുമല്ല. പാൻക്രിയാസിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഈ കുട്ടിക്ക് ടൈപ്പ് 1 അല്ല. ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ ആൻറ്റിബോഡി നെഗറ്റീവാണ് ടൈപ്പ് 1 ഡയബറ്റിക്കിൽ. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് വണ്ണം ഇല്ല, മെലിഞ്ഞിട്ടാണ്. ആഹാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഫുഡേ കഴിക്കുന്നുള്ളൂ. മിഠായിയൊക്കെ സാധാരണ കുട്ടികളെ പോലെ കഴിക്കും, ഓവറായിട്ട് മധുരം കഴിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. സ്കൂളിൽ പോയി അത്യാവശ്യം കളിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്ന സാധനങ്ങളെല്ലാം തെറ്റി. അമിതവണ്ണം, ആഹാരം കൂടുതൽ കഴിക്കുന്നു, അതൊന്നും ഈ കുട്ടിക്കില്ല. പിന്നെ എങ്ങനെ ഡയബറ്റിക് വന്നു? അവിടെയാണ് ഇതൊരു ജനറ്റിക് പ്രോബ്ലം ആണ്. അതായത് ടൈപ്പ് എ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ കോശങ്ങളുടെ മുകളിൽ ഇൻസുലിൻ റിസപ്റ്ററുകളുണ്ട്. കോശങ്ങളിൽ ഇൻസുലിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന റിസപ്റ്റർ. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു താക്കോല് ഇൻസുലിനായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ, ആ താക്കോല് കയറുന്ന താക്കോൽ ദ്വാരം, കീ ഹോൾ ഉണ്ടല്ലോ, അതാണ് ഇൻസുലിൻ റിസപ്റ്റർ. അപ്പോൾ ഈ ഇൻസുലിൻ റിസപ്റ്ററുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിലെ ജീനിന് ചില തകരാറുകൾ സംഭവിക്കും. INSR ജീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ചില മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്വാളിറ്റിയുള്ള നല്ല ഇൻസുലിൻ റിസപ്റ്ററുകളായിരിക്കില്ല ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇൻസുലിൻ റിസപ്റ്ററുകളിൽ അറ്റാച്ച് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഇൻസുലിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറില്ല, രക്തത്തിൽ തന്നെ ഒഴുകി നടക്കും, ഷുഗർ കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് ടൈപ്പ് എ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ടൈപ്പ് 2 ഡയബറ്റിക്കിലുള്ളൊരു വകഭേദമാണ്. റയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതിന് ജനറ്റിക് ടെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ലക്ഷണങ്ങൾ പൊതുവെ മെലിഞ്ഞിട്ടായിരിക്കും. പിന്നെ പെൺകുട്ടികളിലാണെങ്കിൽ ഈ മെൻസ്ട്രേഷൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. റെഗുലർ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ജനറ്റിക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിന് എന്ത് ചികിത്സ ചെയ്യും? നമ്മൾ ഈ ജീവിതശൈലി ക്രമീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലല്ലോ ഇത് വന്നത്, ജനറ്റിക് പ്രോബ്ലം അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയും ജീവിതശൈലി ക്രമീകരിക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥിതിക്ക് നമ്മൾ ഓവറായിട്ട് കലോറി അടങ്ങിയ ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. അപ്പം നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ എക്സർസൈസുകൾ എപ്പോഴും ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിന് നല്ലതാണ്. ഈ റിസപ്റ്ററുകളുടെ ആണെങ്കിലും ഒരു സെൻസിറ്റിവിറ്റി കൂട്ടാൻ നന്നാവും. അതിനോടൊപ്പം തന്നെ നമ്മൾ ആയുർവേദത്തിൽ ട്രീ ടർമറിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതാണ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ അകത്തുള്ളൊരു ബെർബറിൻ എന്ന് പറയുന്നൊരു മോളിക്യൂള് ഈ പറഞ്ഞ രീതി ഇൻസുലിൻ റിസപ്റ്ററുകളുടെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ആ മരുന്ന്, അങ്ങനെ 1-2 സാധനങ്ങൾ അടങ്ങിയ മരുന്നാണ് നമ്മൾ അവിടെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ വ്യായാമം, അതുപോലെ തന്നെ ആഹാര രീതി ക്രമീകരിക്കും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് കൺട്രോൾ ആകുന്നത് ഉറപ്പുവരുത്തും. അങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ മുന്നോട്ട് പോവുക. പക്ഷെ പലപ്പോഴും മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഈ രീതിയിലുള്ള ഡയബറ്റിക് ഉള്ള ആളുകൾ. അപ്പോൾ ഇത് റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.